യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നുവെന്ന് CPM നേതാവ് പി ജയരാജൻ നടത്തിയ പ്രസ്താവനയോട് പ്രതികരിക്കാതെ അകലം പാലിച്ച CPM നേതാക്കൾ. കേരളത്തിൽ നിന്ന് IS-ലേക്ക് നടന്ന റിക്രൂട്ട്മെന്റ് ഗൗരവതരമായി കാണണമെന്ന് പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. മതതീവ്രവാദ ആശയം ചിലരെ സ്വാധീനിക്കുന്നു. കണ്ണൂരിൽ നിന്നടക്കം ചെറുപ്പക്കാർ ഭീകര സംഘടനയുടെ ഭാഗമായെന്ന് പി ജയരാജൻ പറഞ്ഞിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫ്രണ്ടും അപകടകരമായ ആശയതലം സൃഷ്ടിക്കുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു. മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പേരിൽ പൊളിറ്റിക്കൽ ഇസ്ലാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രമേയമാക്കി പി ജയരാജൻ രചിച്ച പുസ്തകം അടുത്ത മാസം പുറത്തിറങ്ങുന്നത് വിശദീകരിച്ചാണ് പരാമർശം. കൂടുതൽ വിശദാംശങ്ങൾ ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും പി ജയരാജൻ വ്യക്തമാക്കിയിരുന്നു. കശ്മീരിലെ കുപ്പാരയിൽ കണ്ണൂരിൽ നിന്നുള്ള 4 ചെറുപ്പക്കാർ എത്തുകയും അവിടെ ഒരു ഏറ്റുമുട്ടലിൽ അവർ കൊല്ലപ്പെട്ടെന്നും പി ജയരാജൻ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു. ഈ യുവാക്കൾ ഇന്ത്യൻ സൈന്യവുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടെന്നും ജയരാജൻ പറഞ്ഞു. പുസ്തകത്തിന് വലിയ വിമർശനങ്ങൾ താൻ പ്രതീക്ഷിക്കുന്നുണ്ട്, എന്നാൽ അതിനെയൊന്നും താൻ ഭയപ്പെടുന്നില്ലെന്നും പി ജയരാജൻ കൂട്ടിച്ചേർത്തു. അതേസമയം കേരളത്തിൽ നിന്ന് IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്ന CPM മുതിർന്ന നേതാവ് പി ജയരാജന്റെ പ്രസ്താവന സംബന്ധിച്ച് സർക്കാർ നിലപാട് വ്യക്തമാക്കണമെന്ന് സോളിഡാരിറ്റി സംസ്ഥാന സെക്രട്ടേറിയറ്റ് ആവശ്യപ്പെട്ടു. IS റിക്രൂട്ട്മെന്റ് സംബന്ധിച്ച് മുമ്പ് നിരവധി തവണ ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നതാണ്. ഇതല്ലാതെ വിവരങ്ങൾ ജയരാജന്റെ കൈവശമുണ്ടെങ്കിൽ വ്യക്തമാക്കണമെന്നും സോളിഡാരിറ്റി ആവശ്യപ്പെട്ടു. ഇസ്ലാമോഫോബിയുടെ അന്തരീക്ഷത്തിൽ വിളവെടുക്കാൻ ഇറങ്ങിയ ജയരാജനും പാർട്ടിയും ചരിത്രത്തിൽ നിന്നും അനുഭവത്തിൽ നിന്നും ഒന്നും പഠിച്ചിട്ടില്ല എന്നതാണ് പ്രസ്താവന തെളിയിക്കുന്നത്. സംഘപരിവാറിലേക്ക് ഒഴുകുന്ന അണികളെ പിടിച്ചു നിർത്താൻ ഇത്തരം പൊടിക്കൈകൾ മതിയാവില്ലെന്ന് ഇടതുപക്ഷം മനസ്സിലാക്കണമെന്നും പ്രസ്താവനയിൽ സോളിഡാരിറ്റി വ്യക്തമാക്കി. അതേസമയം പൊളിറ്റിക്കൽ ഇസ്ലാം പരാമർശത്തിൽ വിവാദം ശക്തമാകുന്നതിനിടെ എന്താണ് അദ്ദേഹം പറഞ്ഞതെന്ന് അറിയില്ലെന്ന് വിജയരാഘവൻ പ്രതികരിച്ചു. പി ജയരാജന്റെ പുസ്തകത്തിന് താനാണ് മുഖപ്രസംഗം എഴുതിയത്. പുസ്തകത്തെ പരിചയപ്പെടുത്തി ഒരു കുറിപ്പ് അത് എഴുതിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ നിന്നും IS-ലേക്ക് റിക്രൂട്ട്മെന്റ് നടക്കുന്നുവെന്നായിരുന്നു CPIM സംസ്ഥാന സമിതി അംഗം പി ജയരാജന്റെ പരാമർശം. യുവാക്കൾ പൊളിറ്റിക്കൽ ഇസ്ലാമിലേക്ക് വഴിതെറ്റുന്നു, ചെറുപ്പക്കാരിൽ തീവ്രവാദ ആശയം സ്വാധീനം ചെലുത്തുന്നുവെന്നും പി ജയരാജൻ പറഞ്ഞു. കണ്ണൂരിൽ നിന്നുള്ള യുവാക്കൾ മതഭീകരവാദ സംഘടനയുടെ ഭാഗമായിട്ടുണ്ടെന്നും ജയരാജൻ പറഞ്ഞിരുന്നു. അടുത്ത മാസം പുറത്തിറങ്ങുന്ന മുസ്ലിം രാഷ്ട്രീയവും രാഷ്ട്രീയ ഇസ്ലാമും എന്ന പുസ്തകത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി. പ്രാദേശിക വാർത്താ ചാനലിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ജയരാജന്റെ പരാമർശം.